നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂടത്തായി കൊലപാതകവുമായി ബന്ധപ്പെട്ട റോയി തോമസ് വധക്കേസിൽ വിചാരണയ്ക്കിടെ ഒരു സാക്ഷി കൂടി കൂറിമാറി. മൈക്കാവ് ആലമലയിൽ സുരേന്ദ്രന്റെ ഭാര്യ ജിപ്സിയാണ് പ്രതികൾക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി മാറ്റിയത്. ഇതോടെ ഈ കേസിൽ കൂറുമാറിയ സാക്ഷികളുടെ എണ്ണം 3ആയി. കൂടാതെ ബസാറിൽ കച്ചവടം നടത്തുന്ന ജിപ്സിയുടെ ഭർത്താവ് സുരേന്ദ്രൻ താമരശ്ശേരിയിൽ 3ആം പ്രതി പ്രജികുമാർ നടത്തുന്ന ജ്വല്ലറി വർക്സിൽ ജോലിക്കാരനായിരുന്നു. ജ്വല്ലറിയിലേക്കും സുരേന്ദ്രൻ സയനൈഡ് എത്തിച്ചിരുന്നു എന്ന് ജിപ്സി നേരത്തെ പോലീസിൽ മൊഴി നൽകിയിരുന്നു. തങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്നും ജോലിക്ക് പോകവേ കടയിൽ സയനൈഡ് തീർന്നുവെന്ന സേട്ടുവിന്റെ അടുത്തുനിന്നും സയനൈഡ് വാങ്ങണമെന്നും ഭർത്താവ് തന്നോട് പറഞ്ഞിരുന്നതായി ജിപ്സി നേരത്തെ മൊഴി നൽകിയിരുന്നു. 2ആം പ്രതി MS മാത്യു പ്രജികുമാറിന്റെ കടയിൽ ഇരിക്കുന്നത് താൻ കണ്ടതായും പറഞ്ഞിരുന്നു. ഈ മൊഴികളാണ് ജിപ്സി കോടതിയിൽ മാറ്റിയത്. ജിപ്സി കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ E. സുഭാഷ് സാക്ഷിയെ എതിർവിസ്താരം നടത്തി. തന്റെ വിവാഹാലോചന കൊണ്ടുവന്നത് 3ആം പ്രതി പ്രജികുമാർ ആണെന്നും 3ആം പ്രതിയും തന്റെ ഭർത്താവും സുഹൃത്തുക്കളായിരുന്നുവെന്നും ജിപ്സി സമ്മതിച്ചു. അന്വേഷണ സംഘത്തിലെ അംഗങ്ങളായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാർ ഇൻസ്പെക്ടർ N. സുനിൽകുമാർ, തോട്ടിൽപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർ K. ഉണ്ണികൃഷ്ണൻ എന്നിവരെയും വിസ്തരിച്ചു. മഞ്ചാടിയിൽ മാത്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ താൻ അന്വേഷണം നടത്തി പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയതായി ഉണ്ണികൃഷ്ണനും, ടോം തോമസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം നൽകിയതായി CI സുനിൽകുമാറും മാറാട് പ്രത്യേക കോടതി ജഡ്ജി SR ശ്യാംലാൽ മുൻപാകെ മൊഴി നൽകി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ, അഡീഷണൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ E. സുഭാഷ് എന്നിവർ ഹാജരായി. പ്രതിഭാഗത്തിന്റെ അപേക്ഷ പരിഗണിച്ച് 1ആം പ്രതിക്ക് വേണ്ടിയുള്ള എതിർ വിസ്താരം കോടതി മാറ്റിവെച്ചു. സാക്ഷി വിസ്താരം ചൊവ്വാഴ്ച തുടരും. കൂടത്തായി കൊലപാതക പരമ്പരയിലെ മറ്റു കേസുകൾ 29-ന് മാറ്റി. കൂടത്തായി കൂട്ടക്കൊലയിൽ ആദ്യം സംശയം തുടങ്ങിയത് റോയിയുടെ മരണത്തോടുകൂടിയാണ്. റോയിയെ കൊലപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു ജോളിയുടെ പദ്ധതി. റോയിയുടെ അച്ഛൻ ടോം തോമസിനെ കൊലപ്പെടുത്തിയതുപോലെ സയനൈഡ് നൽകിയാണ് റോയിയെയും കൊലപ്പെടുത്തിയത്. സ്വത്തുക്കൾ തന്റെ ഭർത്താവിന്റെ പേരിലേക്ക് എത്തിക്കാനായിരുന്നു ടോം തോമസിനെ കൊലപ്പെടുത്തിയത്. ആരുമില്ലാതിരുന്ന സമയത്ത് ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി ടോം തോമസിന് നൽകി. പിന്നീട് റോയിയെ കൊലപ്പെടുത്തി സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു ജോളിയുടെ പദ്ധതി. ടോം തോമസിനെ കൊലപ്പെടുത്തിയ പോലെ ഭക്ഷണത്തിൽ സയനൈഡ് നൽകി. 4 വർഷം മുൻപ് ഉപയോഗിച്ച സയനൈഡ് ബാക്കിയുണ്ടായിരുന്നെന്നും അതാണ് ഉപയോഗിച്ചതെന്നും ജോളി മൊഴി നൽകിയെങ്കിലും പോലീസ് അത് തള്ളിക്കളഞ്ഞു. നിലവിലെ ഭർത്താവ് ഷാജുവിന്റെ കുഞ്ഞിനെയും ഭാര്യയെയും ജോളി കൊലപ്പെടുത്തിയിരുന്നു. ജോളി എന്ന കൊലയാളിയുടെ ക്രൂരത ഏറ്റവും പ്രകടമാക്കിയ അരുംകൊലയായിരുന്നു 1 വയസ്സ് പ്രായമുള്ള അൽഫൈന്റേത്. ഷാജുവിനെ സ്വന്തമാക്കാൻ ഷാജുവിന്റെ 2ാമത്തെ കുഞ്ഞ് അൽഫൈനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിന് തിരഞ്ഞെടുത്തത് ആ കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം തന്നെ. സയനൈഡ് കഴിച്ച് അവശനിലയിലായ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാനും മുന്നിൽ നിന്നത് ജോളി തന്നെ. അങ്ങനെ മനഃപൂർവ്വം വഴികൾ മാറി മാറി സഞ്ചരിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നതും മനഃപൂർവ്വം വൈകിപ്പിച്ചു. അങ്ങനെ ഒരു കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് മരിച്ചതോടെ ഷാജുവിനെ സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് ജോളി ഒരു പടി കൂടി അടുത്തു. ഷാജുവിനെ സ്വന്തമാക്കാൻ സിലിയെ കൊലപ്പെടുത്തണമെന്നും ആദ്യമേ തന്നെ ജോളി തീരുമാനിച്ചിരുന്നു. അതിനായി അടുപ്പം കാട്ടി കൂടെ കൂടി. ഇതൊന്നും ഷാജു അറിഞ്ഞിരുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. എന്തായാലും ഈ ജോളിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 6 കൊലക്കേസിൽ ഈ അന്നാമ കൊലക്കേസിൽ മാത്രമാണ് ജോളിക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്.